ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്ര മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നി രാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്രങ്ങൾ. ഇവിടെ വൃശ്ചിക രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ വൃശ്ചിക രാശിക്കാരുടെ 7ാം ഭാവാധിപനാണ്. അവരുടെ വിവാഹ വിഷയങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളാണ്. നീചസ്ഥനാണെങ്കിലും ഗ്രഹം 11-ാം ഭാവത്തിൽ വരുന്നു. അതിനാൽ അടുത്ത രാശിയിൽ വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളിലും വിവാഹ തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്താൽ ഈ ഒരു മാസക്കാലം അതിന് അനുകൂലമായ സമയമാണെന്ന് അറിയുക. സെപ്റ്റംബർ 7 വരെ പല വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. ശുക്രൻ വൃശ്ചിക രാശിക്കാർക്ക് സർവാഭീഷ്ട രാശിയിലാണ്, 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അവിടെ ശുക്രൻ സന്താന ശ്രേയസ്സിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു. അപ്രകാരം സന്താന ലാഭം, മക്കളുടെ പഠനം, അവരുടെ സാമ്പത്തികമായ ഔന്നത്യത്തിനൊക്കെ തന്നെ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യുന്നൊരു ശുക്രനാണ്. കാരണം ഗ്രഹം നീചസ്ഥനാണ്. ഇങ്ങനെ ഭാവം കൊണ്ട് നല്ലൊരു ഭാവത്തിൽ നിൽക്കുന്നു, 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് അറിയുക. എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.